Praise the Lord. Hallelujah. Thank you, Lord Jesus. Thank you, Lord. Hallelujah. 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 Praise the Lord. Hallelujah. Thank you, Lord. Nandi Kathavi. Thank you, Lord Jesus. Hallelujah. 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 Thank you. Hallelujah. Thank you, Jesus. Oh, Nandi Kathavi. Thank you, Lord Jesus. Hallelujah. 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 സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ ആമേൻ, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ആമേൻ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിൽ സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ലൈവിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ രാത്രി നിങ്ങൾ യാദൃശികമായി ഇവിടെ എത്തിയതല്ല, ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ആമേൻ രാത്രിയാണല്ലോ. ആമേൻ. ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ പരിപാലനം എത്രയോ വലിയതായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ആഴ്ച ആമേൻ, അതെ, നിങ്ങൾ അനുഭവിച്ച കണ്ണുനീരും ഭാരങ്ങളും പോരാട്ടങ്ങളും ആരും കാണാത്ത ഹൃദയവേദനകളും കർത്താവ് അറിയുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ക്ഷീണിച്ചിരിക്കാം, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കാം. എന്നാൽ ഈ രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാണ്: നിന്റെ കഷ്ടത നിന്റെ അവസാനമല്ല, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഹല്ലേലൂയ, കല്ലെറിഞ്ഞ് മരിച്ചുവെന്ന് കരുതി പുറത്തേക്കെറിഞ്ഞ പൗലോസ് വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിന്റെ വേല തുടർന്നു എന്നതാണ്. ഹല്ലേലൂയ. അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. വീണവരെ ഉയർത്തുന്നവനാണ്, തകർന്നവരെ പുനഃസ്ഥാപിക്കുന്നവനാണ്, നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്നവനാണ്. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിലും അവൻ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കൂ. അവൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത. ഹല്ലേലൂയ. അവൻ അടുത്തിരിക്കുന്നവർ തമ്മിൽ പറ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടു പറ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രി എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ലൈവ് നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവെക്കൂ. ഒരാത്മാവ് യേശു ക്രിസ്തുവിനെ അറിയാൻ ഈ പങ്കുവെക്കൽ കാരണമായേക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പാടുമ്പോൾ ഒരു പാട്ട് മാത്രം ആമേൻ, അതേ, പാടി ആമേൻ അവസാനിപ്പിക്കുന്നവരാകരുത്. ആ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ, ചേർന്ന് പാടുമ്പോൾ ഹല്ലേലൂയ, ഹൃദയം തുറക്കൂ, പ്രാർത്ഥിക്കൂ,
പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. ആരാധനയ്ക്ക് ശേഷം ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തും. വചന ശുശ്രൂഷയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അനേകർക്ക് വിടുതലും സൗഖ്യവും ഹല്ലേലൂയ ആത്മീയ പുതുക്കലും അനുഭവിപ്പാനിടയാകും. ഇന്ന് രാത്രി കർത്താവ് ചിലരുടെ തകർന്ന ജീവിതം വീണ്ടും പണിയും. ചിലരുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറും. ചിലർ പാപത്തിൽ നിന്ന് മനസാന്തരത്തിലേക്ക് മടങ്ങി വരും. ചിലർ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കർത്താവും രക്ഷകനുമായി സ്വീകരിക്കും. വിശ്വാസത്തോടെ നമുക്ക് ഹൃദയം തുറക്കാം. ഹല്ലേലൂയ. ആമേൻ. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ആരാധന സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കേണ്ട വചനം കേൾക്കുവാനും സ്വീകരിക്കേണ്ട കൃപ സ്വീകരിക്കുവാനും അനുസരിക്കേണ്ട ദൈവവിളി അനുസരിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും യേശു കർത്താവിന് മാത്രം. ഹല്ലേലൂയ. യേശുവേ, നീ എൻ ബലം, നീയേ വീഴുമ്പോൾ താങ്ങും. ഹല്ലേലൂയ. കയ്യേ നീ. ആമേൻ. കഷ്ടതയിൽ എൻ ആശ്രയം നീയേ, കണ്ണീരിൽ എൻ ആശ്വാസം നീയേ. വീണ എന്നെ ഉയർത്തിടണേ, തകർന്ന ഹൃദയം ചേർത്തിടണേ. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ജീവിതം നിറച്ചിടണമേ. യേശുവേ, നീ എൻ ജീവൻ, നീ എൻ നിത്യപ്രത്യാശ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ, എൻ ബലം നീയേ, വീഴുമ്പോൾ താങ്ങും കൈ നീയേ. യേശുവേ, എൻ ബലം നീയേ, വീഴുമ്പോൾ താങ്ങും കൈ നീയേ. കഷ്ടതയിൽ എന്നാശ്രയം നീ, കണ്ണീരിൽ എന്നാശ്വാസം നീ. വീണ എന്നെ ഉയർത്തിടണേ, തകർന്ന ഹൃദയം ചേർത്തിടണേ. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ജീവിതം നിറച്ചിടണമേ. യേശുവേ, എൻ ബലം നീയേ, വീഴുമ്പോൾ താങ്ങും കൈ നീയേ. ചേർന്ന് പാടി വിശ്വാസത്തോടെ അക്കരങ്ങളെ തട്ടി നന്ദിയോടെ. കഷ്ടതയിൽ എന്ന ആശ്രയം നീ, എൻ ജീവിതം നിറച്ചിടണമേ, എൻ ജീവിതം നിറച്ചിടണമേ. എൻ ജീവിതം നിറച്ചിടണമേ. യേശുവേ, നീ എൻ ജീവൻ, നീ എൻ നിത്യപ്രത്യാശ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചേർന്ന് പാടാം. കരങ്ങളെ തട്ടി നന്ദിയോടെ. ആമേൻ.
യേശുവേ എൻ ബലം നീയേ. വീഴുമ്പോൾ താങ്ങും. നീ എൻ ജീവൻ, നീ എൻ നിത്യപ്രത്യാശ. യേശുവേ നീ എൻ ജീവൻ, നീ എൻ നിത്യപ്രത്യാശ. കഷ്ടതയിൽ എന്നാശ്രയം നീ, കണ്ണീരിൽ എന്നാശ്വാസം നീ. വീണ എന്നെ ഉയർത്തിടണേ, തകർന്ന ഹൃദയം ചേർത്തിടണേ. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ജീവിതം നിറച്ചിടണമേ. യേശുവേ എൻ ബലം നീയേ. വീഴുമ്പോൾ താങ്ങും കൈ നീയേ. കഷ്ടതയിൽ എൻ ആശ്രയം നീ, കണ്ണീരിൽ എൻ ആശ്വാസം നീ. വീണ എന്നെ ഉയർത്തിടണേ, തകർന്ന ഹൃദയം ചേർത്തിടണേ. പരിശുദ്ധാത്മാവേ വരണമേ, ജീവിതം നിറച്ചിടണമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ പാട്ട് ആമേൻ ആശ്വാസമായി മാറി? എത്ര പേര് ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ആ പാട്ടിലൂടെ ചില ജീവിതങ്ങളോട് ആമേൻ ഇടപെട്ടു. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നവർ ഒരിക്കൽ കൂടെ ഈ കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ ആരാധനയും കർത്താവ്, എല്ലാ മഹത്വവും കർത്താവിന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 18/7/2026 ശനിയാഴ്ച രാത്രി 2026 199 ദിവസമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 14-ാം അധ്യായമാണ് നാം ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി പോകുന്നത്. ആമേൻ. കഷ്ടതകൾ അവസാനമല്ല. ആമേൻ. ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് മുഖം നോക്കി ഒന്ന് പറഞ്ഞേ, കഷ്ടതകൾ അവസാനമല്ല, ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തട്ടി ഒന്ന് പറ, അവരുടെ കരം പിടിച്ചൊന്ന് പറ, കഷ്ടതകൾ അവസാനമല്ല, ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. ആമേൻ. ഒരു ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ ആമേൻ 21, 22 വാക്യങ്ങളാണ് ആമേൻ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത നിലനിൽക്കണമെന്ന് നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം അനേകം കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തൊന്ന് പറ,
കഷ്ടതകൾ അവസാനമല്ല, ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. ആമേൻ. അടുത്തിരിക്കുന്നവരെ തട്ടിയൊന്ന് പറ. ആമേൻ. മുഖത്ത് നോക്കി പറ, കഷ്ടതകൾ അവസാനമല്ല, ദൈവം നിന്നെ മുന്നോട്ട് നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വായിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് ആമേൻ നമ്മുടെ ശ്രദ്ധയെ ആമേൻ തിരിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ആമേൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി നാം വായിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് ആമേൻ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം അനേകം കഷ്ടതകളിലൂടെ ദൈവ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം ആമേൻ ഉണർത്തുന്ന ആമേൻ സുവിശേഷം. ആമേൻ. സുവിശേഷം ആമേൻ നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ ആമേൻ വീട്ടിലിരുന്ന് സമയമെടുത്ത് വായിക്കണം. ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും അത്ഭുതങ്ങൾ വേണം. സ്തോത്രം. രോഗം മാറണം, പ്രശ്നങ്ങൾ തീരണം, ജീവിതം മാറണം. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങൾക്ക് മുമ്പ് വിശ്വാസം വരണമെന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നിന്റെ തലമുറകളുടെ നിന്റെ സമസ്ത മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി ആമേൻ കാണുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ആമേൻ നിന്റെ രോഗം മാറണമെങ്കിൽ, നിന്റെ പ്രശ്നം തീരണമെങ്കിൽ, ആമേൻ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, അതേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങൾക്ക് മുമ്പ് വിശ്വാസം വരണമെന്നതാണ്. വിശ്വാസം എവിടെ? ആമേൻ. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ്. സ്തോത്രം. ഇക്കോനിയിലെ ശുശ്രൂഷ, പൗലോസും ബർന്നബാസും ഇക്കോനിയിലെത്തി അവർ ആദ്യം ചെയ്തത് എന്തായിരുന്നു? വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ആദ്യം അവർ സുവിശേഷം പ്രസംഗിച്ചു. കാരണം വചനം വിതയ്ക്കാതെ ആത്മീയ വിളവുണ്ടാകുകയില്ല. നമ്മുടെ കുടുംബങ്ങൾ മാറണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ മക്കൾ ആമേൻ മാറണമെങ്കിൽ, ആമേൻ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ സമൂഹം മാറണമെങ്കിൽ, നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കണം. ഹല്ലേലൂയ. ഒരു സന്ദേശം, ആമേൻ, 2 പ്രതികരണങ്ങൾ. ഹല്ലേലൂയ. വചനം പറയുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അനേകർ വിശ്വസിച്ചു. ആമേൻ. അതേ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ചിലർ വിശ്വസിച്ചില്ല. നോക്കിക്കേ, ഒരേ പ്രസംഗം, ഒരേ സുവിശേഷം, ആമേൻ, ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഒരുപക്ഷെ ഇത് വിശ്വസിക്കുവാൻ തയ്യാറാകും. ചിലർ ആമേൻ ഇത് ആമേൻ അതെ അവിശ്വസിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഇത് ഇന്നും സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഒരേ വചനം കേൾക്കുന്നു, ഒരാൾ ഹൃദയം തുറക്കുന്നു, മറ്റൊരാൾ ഹൃദയം അടയ്ക്കുന്നു. ഹല്ലേലൂയ. വ്യത്യാസം വചനത്തിലല്ല, ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിളിന് മാറ്റമില്ല. ആമേൻ. നീ വായിക്കുന്ന വചനത്തിന് മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം. നീ ആരാധിക്കുന്ന ആലയത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിന് മാറ്റമില്ല. ആമേൻ. അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് മാറ്റമില്ല. പിന്നെ
പിന്നെയോ ആർക്കാണ് മാറ്റം? നിനക്കാണ് മാറ്റം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനാണ് മാറ്റം. ആമേൻ. അതെ, വചനത്തിലല്ല, ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുടന്തന്റെ വിശ്വാസം, അവിടെ ജന്മനാ നടക്കാൻ കഴിയാത്ത ഒരാൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കലും നടന്നിട്ടില്ല. പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവൻ ശ്രദ്ധയോടെ കേട്ടു. പൗലോസ് അവനെ നോക്കി, അവനിൽ വിശ്വാസമുണ്ടെന്ന് കണ്ടു. ആമേൻ. അതേ പറഞ്ഞു, നിന്റെ കാലുകളിൽ ആമേൻ നേരെ നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. വിശ്വാസം അത്ഭുതത്തെ സ്വാഗതം ചെയ്യുന്നു. പൗലോസ് ആദ്യം രോഗിയെ സ്പർശിച്ചില്ല, എണ്ണ പൂശിയില്ല. ഒരു കാര്യം മാത്രം ചെയ്തു, വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. വചനം കേട്ടപ്പോൾ വിശ്വാസം ജനിച്ചു. വിശ്വാസം ജനിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. ആദ്യം ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കൂ, അതിനുശേഷം ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ഈ വചനം സ്വീകരിക്കുവാൻ തയ്യാറാകും? ആമേൻ. ഈ വചനത്തോട് പ്രതികരിക്കുവാൻ തയ്യാറാകും. ഒരുപക്ഷേ വർഷങ്ങളായി നിങ്ങൾ ഒരു പ്രശ്നവുമായി ജീവിക്കുകയാണ്. ആമേൻ. ഇനി മാറ്റമില്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കാം. പക്ഷേ ആ മുടന്തൻ ഒരിക്കലും നടന്നിട്ടില്ലായിരുന്നു. എങ്കിലും യേശു ക്രിസ്തുവിന്റെ ശക്തി അവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് നിങ്ങളെയും ഉയർത്തുവാൻ കർത്താവിന് കഴിയും. അത്ഭുതത്തിന്റെ ലക്ഷ്യം അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ വിസ്മയിപ്പിക്കുവാനല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ആളുകളെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ. സൗഖ്യം ലഭിച്ചാലും, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, കുടുംബം മാറിയാലും ആമേൻ, അതിന്റെ അവസാനം യേശു ക്രിസ്തുവിന് മഹത്വം ലഭിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഏത് മേഖലയിൽ മുടന്തനായിരിക്കുന്നു? ഒന്ന്, ആമേൻ, ഈ ചോദ്യത്തിന് ആമേൻ മറുപടി ആമേൻ പറയുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് നിങ്ങൾ മുടന്തനായിരിക്കുന്നത്? പ്രാർത്ഥനയിലാണോ? വിശ്വാസത്തിലാണോ? ആത്മീയ ജീവിതത്തിലാണോ? പ്രത്യാശയിലാണോ? യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കൂ. അവൻ വീണവരെ ഉയർത്തുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ യേശു എഴുന്നേൽപ്പിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. ഏതോ മേഖലയിൽ, പ്രാർത്ഥനയിലോ, വിശ്വാസത്തിലോ, ആത്മീയ ജീവിതത്തിലോ, പ്രത്യാശയിലോ മുടന്ത് ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആമേൻ അതിനകത്ത് നിന്ന് ചിലരെ യേശു എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. വിശ്വാസമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവവചനം സ്വീകരിക്കുന്ന ഹൃദയത്തിൽ അത്ഭുതങ്ങൾ ആരംഭിക്കും. യേശു ക്രിസ്തു ഇന്നും വീണവരെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം ദൈവത്തിന് മാത്രം. കഷ്ടതയിലും ആമേൻ വിശ്വസ്തരായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ അവിശ്വസ്തരാകുന്നവരെയല്ല, വിശ്വസ്തരായിരിക്കുന്നവരെയാണ് ദൈവം വിടുവിക്കുന്നത്. ഇന്ന് രാത്രി ആമേൻ മഹത്വം ദൈവത്തിന് മാത്രം ആമേൻ കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. കഷ്ടതയിലും വിശ്വസ്തരായിരിക്കുക. ആമേൻ. നിന്റെ വീട്ടിൽ നിനക്ക് വിശ്വസ്തനായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഓ, നിന്റെ ജീവിത പങ്കാളിയോട് നിനക്ക് വിശ്വസ്തരായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ മക്കളോട് നിനക്ക് വിശ്വസ്തത കാണിക്കുവാൻ കഴിയുന്നുണ്ടോ? നീ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോട് നിനക്ക് വിശ്വസ്തത കാണിക്കുവാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കൂടപ്പുറപ്പിനോട് നിനക്ക് വിശ്വസ്തത കാണിക്കുവാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, മുൻഭാഗത്തിൽ നാം കണ്ടത്
ജന്മനാ മുടന്തനായ ഒരാളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കിയതായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരു പുതിയ സംഭവം നടക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അത്ഭുതം കണ്ട ജനക്കൂട്ടം പൗലോസിനെയും ബർന്നബാസിനെയും ദേവന്മാരായി ആരാധിക്കാൻ തുടങ്ങി. Praise the Lord. പ്രിയരെ, സുവിശേഷവുമായി ആമേൻ പോയ ആമേൻ ബർന്നബാസിനെയും പൗലോസിനെയും ദേവന്മാരായി ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. ഇതാണ് മനുഷ്യ ഹൃദയത്തിന്റെ സ്വഭാവം. ഹല്ലേലൂയ. ഇന്ന് പുകഴ്ത്തുന്നവർ നാളെ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അനുഭവമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഒന്ന് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യ ഹൃദയത്തിന്റെ സ്വഭാവം ഇന്ന് പുകഴ്ത്തുന്നവർ നാളെ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ദൈവദാസൻ മനുഷ്യരുടെ പ്രശംസയിലും തകർന്നു പോകരുത്. ഹല്ലേലൂയ. വിമർശനത്തിലും തകർന്നു പോകരുത്. ആമേൻ, തളർന്നു പോകരുത്. മഹത്വം മനുഷ്യനല്ല, ദൈവത്തിനാണ്. ഹല്ലേലൂയ. ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ബർന്നബാസിനെ സ്യൂസ് എന്നും പൗലോസിനെ ഹെർമീസ് എന്നും വിളിച്ചു. ഹല്ലേലൂയ, ആമേൻ. അവർക്ക് ബലി അർപ്പിക്കാനും ഒരുങ്ങി. എന്നാൽ പൗലോസും ബർന്നബാസും അവരുടെ വസ്ത്രം കീറി ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടി. അവർ പറഞ്ഞു, ഞങ്ങളും നിങ്ങളെ പോലെ വികാരങ്ങളുള്ള മനുഷ്യരാണ്. എത്ര വലിയ വിനയം! ഇന്ന് മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ശുശ്രൂഷ എപ്പോഴും ഒരേ ഒരു കാര്യം ചെയ്യും. ആമേൻ, മനുഷ്യനിലേക്കല്ല, യേശു ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുക. ആമേൻ. വിജയത്തിന്റെ സമയത്തും വിനയം വേണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരാജയത്തിൽ ദൈവത്തെ ആശ്രയിക്കുക എളുപ്പമാണ്. എന്നാൽ വിജയത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക അതിലും പ്രാധാന്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിലും പ്രധാനമായ കാര്യമാണ്. നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ, ഒരു ജോലി ലഭിച്ചാൽ, ഒരു രോഗം മാറിയാൽ, ഒരു ശുശ്രൂഷ വളർന്നാൽ ഒരിക്കലും പറയരുത് ഞാനാണ് ചെയ്തത്. പറയുക, ഇത് കർത്താവിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, ജനക്കൂട്ടത്തിന്റെ മനസ്സ് മാറി. അല്പസമയം മുമ്പ് അവർ ആരാധിക്കാൻ വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യഹൂദന്മാർ വന്ന് ജനക്കൂട്ടത്തെ സ്വാധീനിച്ചു. ആമേൻ. അതേ ജനക്കൂട്ടം പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചുവെന്ന് കരുതി നഗരത്തിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. മനുഷ്യരുടെ കയ്യടിയല്ല നമ്മുടെ അടിസ്ഥാനം, ദൈവത്തിന്റെ അംഗീകാരമാണ്. അതേ നമ്മുടെ ശക്തി. പൗലോസ് വീണ്ടും എഴുന്നേറ്റു. എല്ലാവരും കരുതിയത് ഇനി എല്ലാം കഴിഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ ചുറ്റും നിന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റ് വീണ്ടും നഗരത്തിലേക്ക് നടന്നു. ഇവിടെയാണ് യഥാർത്ഥ വിശ്വാസം. ആമേൻ. അതേ, വീഴത്താനല്ല. ആമേൻ. ഹല്ലേലൂയ. അതേ, വിജയായി. ആമേൻ. ഹല്ലേലൂയ. എഴുന്നേൽക്കുവാൻ, അവനെ കരുത്തനായ മനുഷ്യനായി മുമ്പോട്ട് നയിക്കുവാൻ, ഹല്ലേലൂയ, അവനെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വീണിട്ടും യേശുവിന്റെ കൃപയാൽ വീണ്ടും ആമേൻ എഴുന്നേൽക്കുന്നവനാണ് വിജയി. കഷ്ടത നിന്നെ അവസാനിപ്പിക്കുവാനല്ല. ഇന്ന് ചിലർ ജീവിതത്തിൽ കല്ലേറുകൾ അനുഭവിക്കുകയാണ്. ആരെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിരിക്കാം. സ്നേഹിച്ചവർ വിട്ടുപോയിരിക്കാം. വിശ്വസിച്ചവർ വഞ്ചിച്ചിരിക്കാം. അനേകം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിച്ചില്ലെന്ന് തോന്നിയിരിക്കാം. പക്ഷേ ഓർക്കുക, പൗലോസിനെ വീഴാൻ ദൈവം അനുവദിച്ചു. എന്നാൽ അവിടെ കിടക്കുവാൻ അനുവദിച്ചില്ല. അതാണ് ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ആരെങ്കിലും ആമേൻ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇരിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യേശുവും ഇതേ വഴിയിലൂടെ നടന്നു. കർത്താവായ യേശു ക്രിസ്തുവും
നിരസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. പക്ഷേ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതത്തിൽ കഷ്ടത വരുന്നത് പരാജയത്തിന്റെ അടയാളമല്ല, ക്രിസ്തുവിന്റെ പാതയിൽ നടക്കുന്നതിന്റെ അടയാളമായിരിക്കാം. ഹല്ലേലൂയ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് വീണ് കിടക്കുകയാണോ? ആത്മീയമായി തളർന്നിരിക്കുകയാണോ? ജീവിതം അവസാനിച്ചെന്ന് കരുതുകയാണോ? യേശു ക്രിസ്തു ഈ രാത്രി നിന്നോട് പറയുന്നു, എഴുന്നേൽക്കൂ. കാരണം നിന്റെ ആമേൻ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് ഇനിയും ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട്, വേദനയോടായിരിക്കുന്ന ജീവിതങ്ങളോട്, പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എഴുന്നേൽക്കുക, എഴുന്നേൽക്കൂ. ഹല്ലേലൂയ. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, നിന്റെ ചരിത്രം തീർന്നിട്ടില്ല, നിന്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് ഇനിയും ഒരു പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് പദ്ധതിയുണ്ട്, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഓ ശരഗബബ ശംധരാധന തീകൾ കമനഗദരഗസി. ഹല്ലേലൂയ. ഈ രാത്രി ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. മഹത്വം യേശു ക്രിസ്തുവിന് മാത്രം. ഹല്ലേലൂയ. പ്രശംസയിലും വിനയം കാത്തു സൂക്ഷിക്കുക, കഷ്ടതയിലും വിശ്വാസം കൈവിടരുത്. വീണാലും വീണ്ടും എഴുന്നേൽക്കുക. കാരണം യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നവനെ ഒരു കഷ്ടതയ്ക്കും എന്നേക്കുമായി വീഴ്ത്തുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസിനെ കല്ലെറിഞ്ഞു, മരിച്ചുവെന്ന് കരുതി നഗരത്തിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ചില്ല. വീണുകിടന്ന പൗലോസ് വീണ്ടും എഴുന്നേറ്റു. അടുത്ത ദിവസം അവൻ ബർന്നബാസിനോടൊപ്പം ആമേൻ ദർബയിലേക്ക് പോയി. ഇവിടെയാണ് ഒരു വലിയ ആത്മീയ സത്യം നാം പഠിക്കേണ്ടത്. സാത്താൻ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കും, എന്നാൽ ദൈവം നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. മുറിവേറ്റിട്ടും ശുശ്രൂഷ നിർത്തിയില്ല. നാം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇനി മതി, ഇനി ശുശ്രൂഷ വേണ്ട, ഇനി ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞേനെ, അല്ലേ? പക്ഷെ പൗലോസ് അങ്ങനെ പറഞ്ഞില്ല. അവൻ വീണ്ടും അതേ സുവിശേഷം പ്രസംഗിച്ചു. കാരണം അവന് മനസ്സിലാക്കിയിരുന്നു, എന്റെ ജീവൻ എന്റേതല്ല, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥ ശിഷ്യത്വം സുഖമുള്ള ദിവസങ്ങളിൽ മാത്രം യേശുവിനെ പിന്തുടരുന്നതല്ല, കഷ്ടതയിലും അവനെ പിന്തുടരുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പുതിയ പട്ടണങ്ങളിലേക്ക് മാത്രം പോയില്ല, അവൻ വീണ്ടും തിരികെ വന്നു. ആമേൻ. പുതിയ വിശ്വാസികളെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതേ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഇന്ന് പലരും യേശുവിനെ സ്വീകരിക്കുന്നു, പക്ഷേ ആത്മീയമായി വളരുന്നില്ല. ആമേൻ. രക്ഷ ഒരു തുടുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യത്വമാണ് ലക്ഷ്യം. ഹല്ലേലൂയ. പ്രിയരെ, ബൈബിൾ വായിക്കണം. ആമേൻ. പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൽ വളരണം, സഭയോടൊപ്പം ജീവിക്കണം, അനേക കഷ്ടതകളിലൂടെ. ഹല്ലേലൂയ. ആമേൻ. നാം അനേക കഷ്ടതകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, ഹല്ലേലൂയ, അപ്പോൾ യേശുവിനെ സ്വീകരിച്ചാൽ കഷ്ടതകൾ തീരുമല്ലോ? ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ പറയുന്നത്, കഷ്ടതകളുടെ നടുവിൽ യേശു നമ്മോടൊപ്പം ഉണ്ടാകും. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കഷ്ടതയുടെ ഉദ്ദേശം ദൈവം എന്തിന് ആമേൻ ചില കഷ്ടതകൾ അനുവദിക്കുന്നു? വിശ്വാസം ശുദ്ധീകരിക്കാൻ. ആമേൻ.
അഹങ്കാരം തകർക്കാൻ, പ്രാർത്ഥനയിൽ ആഴപ്പെടുത്താൻ, ക്രിസ്തുവിനെ കൂടുതൽ ആശ്രയിക്കാൻ പഠിക്കാൻ, പൊന്നിനെ തീയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ വിശ്വാസത്തെയും ദൈവം പരീക്ഷകളിലൂടെ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ മൂപ്പന്മാരെ നിയമിച്ചു. പല സഭകളിലും മൂപ്പന്മാരെ നിയമിച്ചു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, അവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നതാ, ഒരു വിശ്വാസി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല, സഭയോടൊപ്പം വളരണം, ആത്മീയ നേതൃത്വം സ്വീകരിക്കണം, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന ജീവിതം ജീവിക്കണം. ഇന്നത്തെ ജീവിതത്തിലേക്കുള്ള ദൈവിക ആലോചനകൾ പ്രാപിച്ച് ആമേൻ ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ആയുസ് നാം ജീവിക്കണം. പ്രിയ സഹോദര, നിങ്ങൾ ഇന്ന് ഒരു വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, ദൈവമേ എന്തുകൊണ്ട് ഈ രാത്രി ആമേൻ ദൈവം നിങ്ങളോട് പറയുന്നത് ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഈ കഷ്ടത നിന്റെ അവസാനമല്ല, ഞാൻ നിന്നെ കൂടുതൽ ശക്തനാക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതം താൽക്കാലികമാണ്, ദൈവ രാജ്യമാണ് നിത്യമായത്. ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു നല്ല മനുഷ്യനായാൽ മാത്രം പോരാ, യേശു ക്രിസ്തുവിനെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കണം. ഇന്ന് നിങ്ങൾ ഹൃദയം തുറക്കുമോ, പാപങ്ങൾ ഏറ്റുപറയുമോ, മനസ്സാന്തരപ്പെടുമോ, യേശു നിങ്ങളെ നിരസിക്കില്ല. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ വിളിക്കുന്നു. ഇന്ന് രാത്രി അവന്റെ സ്വരം ആര് ആമേൻ കേൾക്കുന്നുണ്ട്, അവന്റെ ശബ്ദം ആര് ശ്രവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ലൈവ് കാണുന്ന ഓരോ കുടുംബത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കഷ്ടതകളാൽ തകർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. ഭയത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. പരാജയത്തിന്റെ മനോഭാവം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കലഹമുള്ള കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വാതിലുകൾ തുറക്കട്ടെ. യുവജനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കട്ടെ. പാപത്തിൽ കഴിയുന്നവർ മാനസാന്തരപ്പെട്ട യേശുവിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരട്ടെ. ഈ രാത്രിയിൽ പുതിയ ശുശ്രൂഷക്കാർ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറട്ടെ. വിശ്വാസത്തിൽ തളർന്നവർ വീണ്ടും എഴുന്നേൽക്കട്ടെ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതേ പ്രഖ്യാപിക്കുന്നു, വീണവർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. തകർന്നവർ പുനഃസ്ഥാപിക്കപ്പെടും. കഷ്ടതയിൽ കഴിയുന്നവർ പ്രത്യാശ കണ്ടെത്തും. ഈ വീടുകളിൽ പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സന്തോഷവും നിറയും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും രക്ഷിക്കുന്നു. അവൻ ഇന്നും വിടുവിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്നും തന്റെ ജനത്തെ മുന്നോട്ട് നടത്തുന്നു. കർത്താവേ, ഈ രാത്രി അങ്ങയുടെ വിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തെ സ്പർശിക്കണമേ.
തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം. നിരാശയിൽ കഴിയുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണം. ഭയത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കണം. കർത്താവേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് വീണ് കിടക്കുന്ന ജീവിതങ്ങളെ വീണ്ടും ഉയർത്തണമേ. വിശ്വാസത്തിൽ തളർന്നവർക്ക് പുതിയ ശക്തിയെ നൽകണമേ. പ്രാർത്ഥനയിൽ മന്ദീഭവിച്ചവർക്ക് വീണ്ടും അഗ്നി പകരണമേ. കർത്താവേ, ഈ നിമിഷം ഓരോ കുടുംബത്തിന്മേലും അങ്ങയുടെ സമാധാനം ഇറങ്ങി വരട്ടെ. കലഹമുള്ള വീടുകളിൽ ഐക്യം സ്ഥാപിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകലച്ചകൾ മാറട്ടെ. മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷത്തിന്റെ വാർത്ത ലഭിക്കട്ടെ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ ഹസ്തം ആമേൻ നീട്ടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ശക്തികൾ തകരട്ടെ. ക്ഷീണിച്ച ശരീരങ്ങൾക്ക് ബലം ലഭിക്കട്ടെ. വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്നവർക്ക് പുതിയ വഴികൾ തുറക്കണമേ. അടഞ്ഞ വാതിലുകൾ അങ്ങയുടെ ഹിതപ്രകാരം തുറക്കപ്പെടട്ടെ. കർത്താവേ, ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ഓരോരുത്തരുടെ മേൽ പകരണമേ. ഓ, പ്രാർത്ഥനയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ധൈര്യത്തിന്റെ അഭിഷേകം, ആത്മാക്കളെ നേടുവാനുള്ള ഭാരത്തിന്റെ അഭിഷേകം ഓ ഈ തലമുറയിൽ ശക്തമായി പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ചിലരുടെ കണ്ണുനീർ സന്തോഷമായി മാറും. ചിലരുടെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ചിലർ ഇന്ന് പുതിയ ആത്മീയ തുടക്കം ആരംഭിക്കും. ചിലർ അവരുടെ ദൈവവിളി തിരിച്ചറിയും. തകർന്ന ജീവിതങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. ഓ ശരഗമ ശാന്തരാധന ചുടവന ഹതുരിതികൾ കമനഗദരഗസ്. വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കും. കർത്താവേ, ഈ സന്ദേശം കേട്ടിട്ടും അങ്ങയെ വ്യക്തിപരമായി അറിയാത്തവരെ അങ്ങയുടെ സ്നേഹത്താൽ ആകർഷിക്കണമേ. പാപത്താൽ കഴിയുന്നവർ മനസ്സാന്തരപ്പെടട്ടെ. അകന്നു പോയവർ തിരികെ വരട്ടെ. ഇന്ന് പലരും ഹൃദയം തുറന്ന യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കട്ടെ. അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ കൃപ നൽകണമേ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും യേശു കർത്താവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. മാറാനാഥ, എബെനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ആമേൻ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച്
ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ രാത്രി സുഖകരമായ നിദ്ര ദൈവം എല്ലാവർക്കും ദാനമായി നൽകട്ടെ. ഈ കഷ്ടത അവസാനമല്ല, ഇതിനപ്പുറത്തേക്ക് ദൈവം നമ്മെ വഴി നടത്തും. നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീര പ്രയർ ഫാമിലി, ദൈവഹിതമായ നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഡിവോഷനുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. നാളെ ഞായറാഴ്ചയാണല്ലോ. ആമേൻ. ആരാധന 9:30 മണിക്ക് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ആമേൻ. നിങ്ങൾക്ക് സമയവും സാഹചര്യവും സന്ദർഭവും ഉണ്ടെങ്കിൽ കൂട്ടായ്മയിൽ പങ്കാളികളാകുക. ആമേൻ. ഈ സമയം ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ സമർപ്പിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. മറാനാഥ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. God bless you. യേശുവേ നീ ജീവന്റെ വെളിച്ചം, യേശുവേ നീ ജീവന്റെ വെളിച്ചം, എൻ ഹൃദയത്തിൽ നിത്യവാസം, നിന്നിൽ ഞാൻ പൂർണ്ണനാകുന്നു, നിൻ കൃപയിൽ ജീവൻ കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എന്നാത്മാവിനെ നിറച്ചിടണേ. സൗഖ്യം നീ, വിടുതൽ നീ, ജീവന്റെ ഉറവിടം നീ, നിൻ സാന്നിധ്യം സ്വർഗാനുഭവം, നിൻ വചനവൻ ജീവശ്വാസം. മഹത്വത്തിന്റെ രാജാവേ വാഴണമേ, എൻ ജീവിതം അങ്ങേക്ക് സമർപ്പണമേ. ഹല്ലേലൂയ പാടിടും ഞാൻ. യേശുവേ നിൻ നാമം ഉയർത്തിടും യേശുവേ നീ ജീവന്റെ വെളിച്ചം, എൻ ഹൃദയത്തിൽ നിത്യവാസം, നിന്നിൽ ഞാൻ പൂർണ്ണനാകുന്നു, നിൻ കൃപയിൽ ജീവൻ കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എന്നാത്മാവിനെ നിറച്ചിടണേ. സൗഖ്യം നീ, വിടുതൽ നീ, ജീവന്റെ ഉറവിടം നീ, നിൻ സാന്നിധ്യം സ്വർഗാനുഭവം, നിൻ വചനമെൻ ജീവശ്വാസം. മഹത്വത്തിന്റെ രാജാവേ വാഴണമേ,
യേശുവേ നിൻ നാമം